ഹലോ ഫ്രണ്ട്സ്, എവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും ഒരു നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. എന്നിരുന്നാലും നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ചാർട്ടൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് മാർക്കറ്റിൽ നല്ലൊരു തിരിച്ചുവരവ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്ന് 12,690.6 ഓപ്പണായ മാർക്കറ്റ് ഏകദേശം 118 പോയിൻറ്റ്സ് ഉയർന്ന് 12,749.15 ഇന്ന് ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, ഡോക്ടർ റെഡ്ഡീസ്, ആക്സിസ് ബാങ്ക്, ഏഷ്യർ മോട്ടോഴ്സ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഫാർമ അതുപോലെ തന്നെ മെറ്റൽ ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ നിഫ്റ്റിയിൽ നേടിയത്. അതുപോലെ തന്നെ തുടർന്ന് IT സെക്ടറായിരുന്നു വന്നത്. അതുപോലെ തന്നെ PSU ബാങ്ക് മീഡിയ ആയിരുന്നു ഡിക്ലൈനിൽ ഇന്ന് പോയിട്ടുണ്ടായിരുന്ന സെക്ടറുകളായിട്ട് നിന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് കാണാനുള്ളത്. അത് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു വാർണിംഗ് ആണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു നിഫ്റ്റിയുടെ ഈ ഒരു വേഗം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഫ്ലാറ്റനാവുന്ന ഒരു കർവ് വരുന്ന പോലെ കാണുന്നുണ്ട്, ഒരു ഫ്ലാറ്റനാവുന്ന പോലത്തെ ഒരു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു വേഗം കുറയുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല RSI ഇൻഡിക്കേറ്റർ വാല്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതും ഡീപ്പായിട്ടുള്ള ഓവർബോട്ട് റീജിയനിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ഹാങ്ങിങ് മാൻ സിമ്പിൾ നമുക്കൊരു വാർണിംഗ് മാത്രമാണ്, കൺഫർമേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹാങ്ങിങ് മാൻ്റെ ഒരു ലോ 12,580, 12,600 ആ റേഞ്ചുകളെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതകൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഫോർമേഷനാണ് ഇന്ന് കാണാനുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു വേഗം കുറയുന്നതായിട്ടാണ് പ്രതീക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ വരും ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലുള്ള ഒരു കൺഫർമേഷൻ ബാങ്ക് നിഫ്റ്റിയിലും നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ നാസ്ഡാക്ക് ഇന്നലെ ഒരു 159 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാം ഇന്നൊരു പോസിറ്റീവിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതും ഒരു മിക്സഡ് ട്രെൻഡ് ഈ ഒരു സമയത്ത് കാണാനുണ്ട്. SGX നിഫ്റ്റി 21 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം US ഫ്യൂച്ചേഴ്സ് ഒക്കെ ഇന്നൊരു അപ് ട്രെൻഡിൽ പോകുന്നു ഇന്ന് US മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈനാണ് വരുന്നത്. ഒരു പക്ഷേ ഈ ഒരു കൊറോണയുടെ വാക്സിൻ്റെ ഒരു ന്യൂസുകളൊക്കെ വന്നതിനെ തുടർന്ന് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കൂടുതൽ എക്കണോമി റിക്കവറി വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നതായിരിക്കാം കാരണങ്ങളെന്ന് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു 20 പൈസയുടെ വന്നിട്ടുണ്ട്. 74.38 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ FIIൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഇന്ന് കാണാനുണ്ട്. 6,200 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും വിത്ഡ്രോവൽ തുടരുകയാണ്. 3,400 കോടിയുടെ മുകളിലുള്ളൊരു വിത്ഡ്രോവൽ അവരുടെ ഭാഗത്തു നിന്നും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഒരു സപ്പോർട്ടീവായിട്ടാണ് നിലനിൽക്കുന്ന മാർക്കറ്റിനെ. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. ആ ഒരു ട്രെൻഡ് ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിൽ നമുക്ക് ITC നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നല്ലൊരു ബുള്ളിഷ് സിഗ്നലായിരുന്നു ITCയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ITC, ടാറ്റ സ്റ്റീൽ, അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല വോളിയത്തിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനാലിസിസ് നടത്തുക. ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് തുടരാവുന്നതാണ്. നാളത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡും കൺസിഡർ ചെയ്യുന്നതിന് ശേഷം ട്രേഡിംഗ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമ്മൾ പറഞ്ഞ കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒരു ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു ബിയറിഷ് ക്യാൻഡിലൊരു ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. എന്നാലും ആ ഒരു ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാൽ നമുക്കൊരു അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്കൊരു അപ് ട്രെൻഡ് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം എൻട്രികൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. തുടർന്ന് വീണ്ടും ഇന്നും ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് തന്നെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു സാധ്യതകൾ നമുക്ക് ശ്രീറാം ട്രാൻസ്പോർട്ടിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ ഹോൾഡിംഗ് തുടരുക. ഫ്രഷ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് അടുത്തൊരു ഇപ്പോൾ RSI ഇൻഡിക്കേറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓവർബോട്ട് റീജിയനാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഫ്രഷ് എൻട്രികൾ എടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക.
ഇനി അടുത്തായിട്ട് ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അപ്പോൾ നമുക്ക് ഒരു റിവേഴ്സലിനൊരു സൂചനകൾ തരുന്നുണ്ട്. പ്രത്യേകിച്ചും ബാങ്ക് നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു ഇൻഡിസീവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇൻഡസിൻഡ് ബാങ്ക് ഇന്നൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഇന്നൊരു ബിയറിഷ് ക്യാൻഡിലാണ്, ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനൊരു ഒരു സൂചനകളാണ് ഈ ഒരു സ്റ്റോക്ക് തരുന്നത്. വരും ദിവസങ്ങളിൽ 1264 താഴേക്കൊക്കെ മാർക്കറ്റ് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ടൈറ്റാനിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല അമരരാജ ബാറ്ററി ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അതിലൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്ന പക്ഷം നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ. ഇനി അടുത്തായിട്ട് LIC ഹൗസിംഗ് ഫിനാൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു ഇൻഡിസിറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം ഫ്രഷ് എൻട്രികൾ കൊടുക്കുക. അതേസമയം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളാണ് നമുക്ക് LIC ഹൗസിംഗ് ഫിനാൻസസിൽ നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ആയിരുന്നു ഇന്ന് പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈയിൽ നിന്നൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഒരു ഹോൾഡിങ്ങിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തുടരാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ITC ടാറ്റ മോട്ടോഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബുള്ളിഷ് സിഗ്നൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിലും കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അനാലിസിസ് നടത്തുക. ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റിയും ഒരു സ്വിംഗ് ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റിയും ഒക്കെ ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നലായിരുന്നു പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രേഡ് എൻഡായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം, ഏകദേശം 190 മുകളിൽ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം ഫ്രഷ് എൻട്രികൾ കൊടുക്കുക. ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോൾഡിംഗ് ഈ ഒരു സ്റ്റോക്കിൽ തുടരാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു നിന്നത്, ബ്രേക്കൗട്ടുകൾ നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഒരു പോസിബിലിറ്റികളുടെ സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. സിപ്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നൽ പ്ലോട്ട് ആയിട്ടുണ്ട്. നമുക്കൊരു അപ് ട്രെൻഡിൻ്റെ ഒരു കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൽ നിന്നൊരു ബ്രേക്കൗട്ട്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഏകദേശം 745 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു അടുത്തൊരു പോസിബിലിറ്റി സിപ്ലയിൽ വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ നാളെ ഏണിങ്സ് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഐഷർ മോട്ടോഴ്സ്, IRCTC, ഗ്രാസിം, സൺ TV, ഭാരത് ഡൈനാമിക്സ്, അവന്തി ഫീഡ്സ്, മഹാനഗർ ഗ്യാസ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, അഡ്വാൻസ്ഡ് എൻസൈം, ഇങ്ങനെ കുറേ കമ്പനികളുടെ പ്രധാനപ്പെട്ട കുറേ കമ്പനികളുടെയും അതുപോലെ തന്നെ തുടർന്നും കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ അനൗൺസ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകൾ ഹോൾഡിങ്ങിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടുകളൊക്കെ ട്രാക്ക് ചെയ്യുന്നതിലും ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഫേസറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊറോണ വാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അല്ലെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിപണിയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് അവർ ഡിസ്കഷൻ നടത്തുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയായിരുന്നു അവരുടെ ഒരു ഫേസ് 3 ട്രയലിലൊക്കെ 90% മുകളിൽ ഒരു റിസൾട്ടുകൾ, ഇൻ്റർവ്യൂ റിസൾട്ട് ആണെങ്കിൽ കൂടിയും 90% മുകളിൽ ഒരു റിക്കവറി അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ അവരുടെ വാക്സിൻ തരുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ന്യൂസും ഇവർക്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഒരു അപ് ട്രെൻഡിലായിരുന്നു കാണാനുണ്ടായിരുന്നത്. അടുത്തതായിട്ട് റഷ്യ വികസിപ്പിച്ചെടുത്ത കൊറോണ വാക്സിൻ സ്പുട്നിക് 5ഉം അതും 92% എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു കൊറോണ പേഷ്യൻസിൽ എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ അവരുടെ ഇൻ്റർവ്യൂ റിസൾട്ട്സ് ആണ് പബ്ലിഷ് ചെയ്തത്. എന്നിരുന്നാലും അത് നല്ല റിസൾട്ടുകൾ കാണിക്കുന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്കൊരു കൺഫർമേഷനൊക്കെ ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിക്കഴിഞ്ഞാൽ ഇതും നമ്മൾക്ക് എക്കണോമിക്കൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാർത്തയായിരുന്നു. അതായത് സെബി ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഡേ T+2 എന്നുള്ളൊരു സെറ്റിൽമെൻറ്റ് ഡേനെ T+1 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ അസോസിയേഷൻ അവർ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് അവർ സെബിയുടെ ഭാഗത്തേക്ക് ഒരു അപേക്ഷയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പ്രധാന കാരണങ്ങളായിട്ട് ഇങ്ങനെയൊരു T+1 സെറ്റിൽമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ബ്രോക്കേഴ്സിനും കൂടുതൽ ബർഡൻ ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനും കൂടുതൽ ബർഡൻ ഉണ്ടാക്കും എന്ന രീതിയിലാണ് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് FPIക്കും ഇത് കൂടുതൽ ഡിസ്കറേജ് ആയിട്ട് അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഡിസിഷൻ വർക്ക് ചെയ്യുക എന്ന രീതിയിലാണ് ഇവർ കാരണങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ന്യൂസുകളൊക്കെ നമ്മൾക്ക് ഒരുപക്ഷേ ഒരു T+1 സെറ്റിൽമെൻറ്റിനൊക്കെ കൂടുതൽ ഡിലേ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഓർഡർ വിന്നുകൾ നോക്കിക്കഴിഞ്ഞാൽ L&Tയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല സെഗ്മെൻറ്റുകൾക്ക്, പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ ആമിന് നോക്കിക്കഴിഞ്ഞാൽ അവരും അതുപോലെ തന്നെ L&T പവർ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഹെവി സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്, ഇവർക്ക് 3 സെഗ്മെൻറ്റുകളിലും ഓർഡറുകൾ വിൻ ചെയ്തതായിട്ടൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. വിപ്രോയെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് തോട്ട് സ്പോട്ടിൽ നിന്നും വിൻ ചെയ്തതായിട്ട് അനൗൺസ്മെൻറ്റുകൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ KPITയെ സംബന്ധിച്ചിടത്തോളം BMWയിൽ നിന്ന് അവർ നല്ലൊരു ഓർഡർ വിൻ ചെയ്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. GPTയെ സംബന്ധിച്ചിടത്തോളം 245 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ അവരും വിൻ ചെയ്തു എന്ന രീതിയിൽ അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഒക്ടോബർ മാസത്തിലെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ഹോൾസെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 14.19% വർധനവ് ഉണ്ടായതായിട്ടാണ് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ അവർ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. 2 വീലർ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലും 17% അടുത്തുള്ളൊരു വളർച്ച ഉണ്ടായി എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു ഒക്ടോബർ മന്തിൽ. ഇനി ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിൽ ഒരു വളർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലുള്ള വളർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് Q2 റിസൾട്ട്സ് എന്ന കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 16.31% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ അവർക്കുണ്ടായിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻസുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3.78% വളർച്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 7.5 രൂപ പെർ ഷെയറിൽ ഒരു ഇൻ്ററിം ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് NMDCയെ സംബന്ധിച്ചിടത്തോളം 10% വർധനവാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്ഷനിൽ 13% വളർച്ച ഇയർ ഓൺ ഇയറിൽ ഉണ്ടായി എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. അതുമാത്രമല്ല ഏകദേശം 1378 കോടി വർത്ത് ചെയ്യുന്ന ഷെയർസിൻ്റെ ബൈബാക്കും കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവർക്കൊരു പോസിറ്റീവ് മൂവ്മെൻറ്റിൽ പോകാനുള്ള സാധ്യതകൾ ഈ ഒരു അനൗൺസ്മെൻറ്റുകളിൽ കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിലേക്ക് വരുമ്പോൾ 54% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അത് ഇയർ ഓൺ ഇയർ ഡാറ്റയാണ്. ഇനി കഴിഞ്ഞ ജൂണിന് കഴിഞ്ഞ Q1 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 18% വർധനവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു കൊറോണയുടെ ഒരു കാലഘട്ടം, ലോക്ക്ഡൗണിനൊക്കെ റിലാക്സേഷൻ വരുന്നതനുസരിച്ച് പ്രോഫിറ്റിലൊക്കെ വർധനവ് ഉണ്ടാകുന്നതായിട്ടാണ് ഇവരുടെ റിസൾട്ടുകളിൽ കാണാനുള്ളത്. ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതും ഇയർ ഓൺ ഇയറിൽ 25% ഡിക്ലൈൻ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 13.2 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആണ് ഇവർ ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിലും 36% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നു. ഇനി ഗോദ്രേജ് ഇൻഡസ്ട്രീസിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 45% അടുത്തുള്ള ഒരു ഡിക്ലൈനാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും 9.2% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെറ്റ് ലോസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കുറവ് വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് ഏകദേശം 462 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 113 കോടിക്കടുത്തുള്ള നെറ്റ് ലോസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും 63% ഡിക്ലൈൻ ഉണ്ടായതായിട്ടും കാണിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏവിയേഷൻ മിനിസ്ട്രിയൊക്കെ കൂടുതൽ ഫ്ലൈറ്റുകൾ അലൗ ചെയ്യുന്നു. അതുപോലെ തന്നെ പാസഞ്ചേഴ്സിൻ്റെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വർധനവ് കൊണ്ടുവരുന്നു എന്നതൊക്കെ ഈ ഒരു കമ്പനികൾക്ക് വരും കാലങ്ങളിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അബൌട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 1.1% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് JSW സ്റ്റീലിൻ്റെ ഒക്ടോബർ മാസത്തിലെ പ്രൊഡക്ഷൻ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷനിൽ വർധനവാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 7% ഒരു വളർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബറും ഒക്ടോബറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇയർ ഓൺ ഇയർ ഡാറ്റയാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെയും ഒക്ടോബർ മാസത്തിലെയും ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഏകദേശം 4% ഒരു വളർച്ച ഒക്ടോബറിലേക്ക് വരുമ്പോൾ ഉണ്ടായി എന്ന രീതിയിലും കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് വികാസ് മൾട്ടികോർപ്പിനെ സംബന്ധിച്ചിടത്തോളം അൽബുല ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഏകദേശം 35 ലക്ഷം ഷെയർസിൻ്റെ പർച്ചേസ് നടത്തിയതായിട്ടാണ് ഈ ഒരു കമ്പനിയിൽ കാണിച്ചിരിക്കുന്നത്. ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് ഈ ഒരു കാണുന്നത് ഈ സമയത്ത്. അതുപോലെ തന്നെ ഗ്ലാൻഡ് ഫാർമയുടെ IPO ഇന്ന് ക്ലോസ് ആയിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റെസ്പോൺസ് വന്നതായിട്ടാണ് കാണാനുള്ളത്. ഏകദേശം 1.5 മടങ്ങിൻ്റെ ബിഡ്സാണ് ഈ ഒരു IPOയിൽ വന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ സെക്ഷനിലൊക്കെ ഫുൾ സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ടും കാണിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു IPO അലോട്ട്മെൻറ്റൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ലിസ്റ്റിംഗ് ഡേ നിങ്ങളൊന്ന് വാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനാലിസിസ് നടത്തുക. അത് തുടർന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ഹോൾഡിങ്ങിലേക്കൊക്കെ പോകുന്നത് ആലോചിക്കുക. പുതിയ വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.